ഫയർ എക്സിബ്യൂഷൻ ഗ്യൂസർ സിലിണ്ടറിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവരാണെങ്കിൽ സ്കിപ്പടിച്ച് പോകും, ഈ വീഡിയോ സ്കിപ്പടിച്ച് പോവുക. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ മുഴുവനായി ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് കാലിയായിട്ടുള്ള ഫയർ എക്സിബ്യൂഷൻ ഗ്യൂസറാണ്, കാലിയായിട്ടുള്ള സിലിണ്ടറാണ്. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് താഴേക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി നമ്മൾ ഗ്യാസ് ഉള്ളതിനെ പറ്റിയാണ് നോക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇതിനകത്ത് സീല് പോലും പൊട്ടിക്കാത്തതാണ്. ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ഗ്യാസ് ഉണ്ട്. ഈ സാധനത്തിനകത്ത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്ന് പറഞ്ഞിട്ട് ഓരോ വിഭാഗങ്ങൾ വരുന്നുണ്ട്. അത് ഓരോന്നിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പമ്പിൽ വെക്കുന്ന വേറെയാണ്, അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ വെക്കുന്ന വേറെയാണ്, അങ്ങനെ ഓരോ സ്ഥാപനങ്ങളിൽ വെക്കുന്ന വേറെയാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലാണുള്ളത്. ഫയർ എക്സിലണ്ടർ ഗ്യൂസർ ഓരോന്നും ഓരോ തരത്തിലാണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ ഇട്ടേക്കാം. ഈ സീല് പൊട്ടിച്ചാണോ നോക്കുക. സീല് പൊട്ടിച്ചാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാസ് കുറയും. സീല് പൊട്ടിച്ചതല്ല എന്നുണ്ടെങ്കിലാണ് ഇതുപോലെ ഗ്യാസ് അതേപോലെ തന്നെ ഇരിക്കുക. അതേപോലെ തന്നെ ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഈ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാം. ആദ്യം ഈ ടാഗ് റിമൂവ് ചെയ്യുക. ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കാം. ഞാൻ ആ ടാഗ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പിന്ന് വലിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്ന് വലിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് വരും. അപ്പോൾ ഇതെങ്ങനെ പ്രസ് ചെയ്യുന്ന ഗ്യാസ് പുറത്തേക്ക് വരുന്നതെന്നുള്ളത് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് അടിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഈ ഗ്യാസ് ജസ്റ്റ് താഴേക്ക് പ്രസ് ചെയ്യുക. കുറച്ച് അമർത്തിയിട്ട് വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്യാസ് പൊയ്ക്കൊണ്ടിരിക്കും. ഗ്യാസ് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്കിത് ഒന്നിനും കൊള്ളാതെ വരും. ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാസ് പോയിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രസ് ചെയ്യാൻ പാടില്ല. നമുക്കൊരു അത്യാവശ്യ ഘട്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്യാസ് സിലിണ്ടർ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ കുറയുന്നുണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ പ്രഷർ കുറഞ്ഞ് പ്രഷർ ഇല്ലാതെ ആവുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇതിൽ എന്താണെന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു പൗഡർ പോലത്തെ ഒരു സാധനമാണ് ഉള്ളത്, ഒരു പൊടിയാണുള്ളത്, പൗഡർ പോലത്തെ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയൊരു പൗഡർ പോലത്തെ ഒരു സാധനമാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. ഈ സാധനമാണ് തീ കെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടോ, പൗഡർ പോലത്തെ ഒരു സാധനമാണ് ഇതിനകത്ത് കൂടെ വരുന്നത്. അപ്പോൾ ഈ ഫയർ എക്സിലണ്ടർ ഗ്യൂസറിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.